നമസ്കാരം. തെക്കോടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ VK ചെറിയാൻ, ഡൽഹിയിൽ നിന്നും. എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി, നാട്ടിൽ നിന്നും. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഡൽഹി ചീഫ് മിനിസ്റ്റർ ആയിരുന്ന ശ്രീ അരവിന്ദ് കെജ്രിവാൾ, ആം ആദ്മി പാർട്ടിയുടെ ഇപ്പോഴത്തെ വാക്ക് പറഞ്ഞ സുപ്രീം ലീഡറായ അദ്ദേഹത്തിൻ്റെ കേസ്, മദ്യനയ കേസിൽ അദ്ദേഹത്തിനെതിരെയുള്ള കേസിൻ്റെ വിടുതൽ, അതായത് അക്വിറ്റൽ, ടോട്ടൽ അക്വിറ്റൽ ആണ്. മാത്രമല്ല CBI ഇങ്ങനെ ഒരു കേസ് ചമച്ചതിനെതിരെ CBI ഓഫീസർക്ക് എതിരെ, ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർക്കെതിരെ നടപടിയെടുക്കണമെന്ന് കോടതി ശുപാർശയും ചെയ്തിരിക്കുന്നു. അതിനെതിരെ CBI ഹൈക്കോടതിയിൽ പോയിട്ടുണ്ട്. പക്ഷേ ഇന്നലെ അദ്ദേഹം ഒരു റാലി ഇവിടെ നടത്തി. അതിൽ അദ്ദേഹം BJPയുടെ ദിവസങ്ങൾ നമ്പർ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. BJPയെയും പ്രൈം മിനിസ്റ്ററെയും ഹോം മിനിസ്റ്ററെയും വളരെ നിശിതമായി വിമർശിച്ചു. പക്ഷെ അതിനിടയിൽ ഞങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഒരു കാരണം, ഞാൻ സജസ്റ്റ് ചെയ്യാനുള്ള കാരണം, കോൺഗ്രസ് ഇതിൽ വന്നു നിൽക്കുന്നത് ഈ അക്വിറ്റൽ പോലും ഇടതുപക്ഷ അല്ലെങ്കിൽ പ്രതിപക്ഷ നിരയെ ഭിന്നിപ്പിക്കാനുള്ള ഒരു തന്ത്രം, BJPയുടെ തന്ത്രം എന്ന് അവർ പറഞ്ഞു വെക്കുകയാണ്. അവർ പറഞ്ഞത്, കഴിഞ്ഞ ആം ആദ്മി പാർട്ടി സർക്കാർ ഉള്ളപ്പോൾ ചീഫ് മിനിസ്റ്ററായ ശ്രീ കെജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അദ്ദേഹം ജയിലിലായിരുന്നു, അദ്ദേഹം രാജിവെച്ചില്ല. പക്ഷേ ഹരിയാന ഇലക്ഷന് തൊട്ട് മുമ്പേ അദ്ദേഹത്തെ റിലീസ് ചെയ്യുകയും ആം ആദ്മി പാർട്ടി, ഇന്ത്യ ബ്ലോക്കിന്റെ പാർട്ടായ ആം ആദ്മി പാർട്ടി കോൺഗ്രസിന്റെ എല്ലാ ഓഫറും നിരസിച്ചുകൊണ്ട് അവിടെ സ്വന്തമായി മത്സരിച്ച് 1% വോട്ട് പിടിച്ചു. ആ 1% കൊണ്ട് കോൺഗ്രസ് തോക്കുകയും ചെയ്തു. അപ്പോൾ കോൺഗ്രസ് പറയുന്നത് ഇത് BJPയും ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ള ഒരു ടാക്ടിക് അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്താണ് ഇതൊക്കെ ചെയ്തത്. ഇത് നമ്മൾക്ക് സംശയം തോന്നാൻ ഒരു കാരണം, ആം ആദ്മി പാർട്ടി എന്ന പാർട്ടി തന്നെ ഉണ്ടായത് ഇന്ത്യ അഗൻസ്റ്റ് കറപ്ഷൻ എന്ന RSS സ്പോൺസേർഡ് അജിറ്റേഷനിൽ കൂടെ ആണ് എന്ന ഒരു വാസ്തവമാണ്. അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സോഷ്യലിസ്റ്റ് ആയിരുന്ന യോഗേന്ദ്ര യാദവ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ കൂടെയാണ്. അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ലിബറൽ സെൻട്രിസ്റ്റ് ആയിരുന്ന പ്രശാന്ത് ഭൂഷൺ ആം ആദ്മി പാർട്ടി വിട്ടു. കെജ്രിവാളിൻ്റെ വളരെ നിശിതമായ വിമർശിക്കുന്ന ആളാണ് അദ്ദേഹം. ഏകദേശം കോൺഗ്രസിൻ്റെ കൂടെയാണ് പൊളിറ്റിക്കലി. സർ, ഇത് എന്താണ് കാണിക്കുന്നത്? ഇത് BJPയുടെ, നമുക്ക് സംശയം ഉണ്ടാക്കുന്ന രീതിയിലാണ്. BJPയുടെ ഒരു തന്ത്രമാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റിലെ നരവണയുടെ കാര്യം പറഞ്ഞാണെങ്കിലും ട്രംപിന്റെ കാര്യം പറഞ്ഞാണെങ്കിലും വളരെ നിശ്ചിതമായി സർക്കാരിനെ, മോഡി സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന രീതിയിൽ അദ്ദേഹം ഒരു സിറ്റുവേഷൻ കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് പക്ഷെ ഇന്ന് രാഹുൽ ഗാന്ധിയെ പോലെ സെൻട്രലിനെ നിശ്ചിതമായി വിമർശിക്കുന്ന വേറൊരു പ്രതിപക്ഷ നേതാവ് ഇല്ല. കാരണം വെച്ചാൽ മമതാ ബാനർജി SIRന്റെ കാര്യത്തിൽ വളരെ ബിസിയാണ്. വേറൊരു ശബ്ദം അദ്ദേഹമായിരുന്നു. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഇതായത് രണ്ടാമത്തെ, അതും കോൺഗ്രസിനെ വളരെ ശക്തമായി അല്ലെങ്കിൽ എതിർക്കുന്നത്, പ്രത്യേകിച്ച് പഞ്ചാബിൽ അവരുടെ മെയിൻ, കേരളത്തെ പോലെ തന്നെ, കേരളത്തിലെ CPM പോലെ തന്നെ പഞ്ചാബിലെ അവരുടെ പ്രധാന എതിരാളി കോൺഗ്രസ് ആണ്. അപ്പൊ അതുകൊണ്ട് ഈ സിറ്റുവേഷൻ നിന്നേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ഈ സംശയം നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റുന്നില്ല. കേരളത്തിൽ നടക്കുന്ന അതേ സംഗതിയാണ്. കേരളത്തിലെ ഭരിക്കുന്ന CPMന്റെ ഏറ്റവും വലിയ എതിരാളി കോൺഗ്രസ് ആണ്. അപ്പോൾ CPMനെ അവിടെ നിർത്തുക എന്നുള്ളത് BJPയുടെ കൂടെ ഒരു ആവശ്യമായിട്ട് പലരും കാണാറുണ്ട്. സർ, ഇത് എന്താണ് കാണിക്കുന്നത്? BJPയുടെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു മാക്കിയവെല്യൻ പൊളിറ്റിക്സ് അല്ലേ ഇതിന്റെ പുറകിൽ? അല്ല ചെറിയാൻ, അപ്പൊ കോൺഗ്രസിന് ഭീഷണി ആപ്പ് എവിടെയാണ് ഉയർത്തുന്നത്? ഡൽഹിക്കും പഞ്ചാബിനും പുറത്ത് ഇന്ന് ഇന്ത്യയിൽ. കോൺഗ്രസിന് വെറും അവരെ 1% വോട്ട് പിടിച്ചപ്പോൾ ഹരിയാന അവർ തോറ്റു. അവിടെയാണ് ഇങ്ങനെയുള്ള ചില മാർജിനൽ സംഗതികൾ. ഹിമാചൽ പ്രദേശിലും അവർക്ക് ഒരു MP ഉണ്ട്, ഒരു MLA ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ചില ക്രിട്ടിക്കൽ
ക്രിട്ടിക്കൽ പോയിന്റിൽ അവർക്ക് ട്രിപ്പ് ചെയ്യാൻ പറ്റുന്നു കോൺഗ്രസിന്. അവിടെ അല്ല, അങ്ങനെയാണെങ്കിൽ താങ്കളുടെ കാഴ്ചപ്പാടിൽ ഈ കോടതി വിധി പോലും BJP അറിഞ്ഞുകൊണ്ടുള്ള ഒരു അടവ് നയത്തിന്റെ ഭാഗമായി ചെയ്തു കൊടുത്തിട്ടുള്ള സൗജന്യമാണ്. അത് സംശയമില്ല. കാരണം ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത്, ഇന്നലെ ജന്തർ മന്ദറിൽ നടന്ന പ്രകടനത്തിൽ ആം ആദ്മി പാർട്ടി കെജ്രിവാൾ പറയുന്നു BJPയെ തെരഞ്ഞെടുപ്പിന് വെല്ലുവിളിച്ചു പറയുന്നു 10 സീറ്റിൽ കൂടുതൽ നിങ്ങൾക്ക് കിട്ടില്ല, ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വരുമെന്ന്. അപ്പോൾ ഈ BJPയും ആപ്പും തമ്മിൽ ഉള്ള ഒരു ബന്ധത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കാനുള്ള തെളിവുകൾ ഇന്നില്ല. ഒരുപക്ഷെ നാളെ നിങ്ങൾ ഇത് ഹൈക്കോടതിയിൽ അപ്പീൽ പോകുന്നത് എത്ര ഗൗരവത്തിലാണ് ആകും, അല്ലെങ്കിൽ അപ്പൊ എനിക്കറിഞ്ഞൂടാ, എനിക്കതിനെ പറ്റി വ്യക്തമായി പറയാൻ കഴിയുന്നില്ല. പക്ഷെ ഒരു കാര്യം ഇന്ത്യ ബ്ലോക്ക് ഒരുമിക്കരുതെന്നുള്ള താല്പര്യം BJPക്ക് ഉണ്ട്. അത് എല്ലാവർക്കും അറിയാം. ഇന്ത്യ ബ്ലോക്ക് എന്നുള്ളതിനെ പരിഹസിക്കുക എന്നുള്ളതും അതില്ലാതാക്കുക എന്നുള്ളതും RSS BJPയുടെ നിലപാടാണ്. അതിനു വേണ്ടി ആം ആദ്മിക്ക് ഒരു മൃദു സമീപനം എടുക്കുക എന്നുള്ളത് ഒരുപക്ഷെ അവരുടെ അടവിന്റെ ഭാഗമായേക്കാം. കാരണം പഞ്ചാബിൽ BJPക്ക് വലിയ സ്റ്റേറ്റുകളില്ല. പഞ്ചാബിൽ കോൺഗ്രസ് വോട്ടുകളാണ് ആം ആദ്മിക്ക് മുതൽക്കൂട്ടാവുന്നത്. ഡൽഹിയിലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഭാവിയിൽ ആം ആദ്മിയും BJPയും തമ്മിലുള്ള ഒരു തരത്തിലുള്ള അലിഖിതമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാവാമെന്നാണോ താങ്കൾ സൂചിപ്പിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ സാധ്യത അവിടെയാണ് നമ്മൾ തമ്മിൽ ഞാൻ പറയുന്നത്. താങ്കൾ മൊത്തം അതായത് BJPക്ക് എല്ലാവരും അവരുടെ കൂടെ നിൽക്കണമെന്നില്ല. പക്ഷെ പാളയത്തിൽ പട നടത്താൻ ചില ആൾക്കാരെ പാളയത്തിൽ അതെ, ഇന്ത്യ ബ്ലോക്ക് ഒരുമിക്കാതിരിക്കുക. അതെ, ഇന്ത്യ ബ്ലോക്കിന് ഒരുമിക്കാതിരിക്കുക. ഞാൻ പറയട്ടെ, RSSന്റെ അടിസ്ഥാന തത്വം കോൺഗ്രസ് ഒഴിച്ച് ആരെയും അവർ സ്വീകരിക്കും. നെഹ്റു കുടുംബത്തിന്റെ ഭാഗമായ രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് ഒഴിച്ച് ഏത് രാഷ്ട്രീയ പാർട്ടിയെയും കോൺഗ്രസിന് തോൽപ്പിക്കാൻ വേണ്ടി അവർ സഹകരിക്കും. CPM അടക്കം തയ്യാറാണെങ്കിൽ. അതാണ് ഇതിന്റെ രാഷ്ട്രീയം. അത്രയാളുള്ള രാഷ്ട്രീയം. അപ്പൊ അതുകൊണ്ട് ആം ആദ്മിക്ക് അങ്ങനെ താത്വികമായ കോൺഗ്രസ് വിരുദ്ധതയൊന്നുമില്ല. എന്തിനാ DMKയുടെ അപ്പൊ പിന്നെ അതുകൊണ്ട് ഞാൻ പറയുന്നത്, പിളർക്ക് ഇന്ത്യ ബ്ലോക്ക് വീണ്ടും ശക്തിപ്പെടാതിരിക്കാൻ വേണ്ടി ആം ആദ്മിയോട് ഒരു മൃദു സമീപനം RSS നേതൃത്വം എടുക്കുന്നുണ്ടോ എനിക്കറിഞ്ഞുകൂടാ. ഞാൻ താങ്കളുടെ അഭിപ്രായത്തോട് യോജിക്കാൻ തയ്യാറാണ്. എനിക്ക് അതിനെ പറ്റിയുള്ള വിവരമില്ലാത്തത് കൊണ്ടാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് അതിലേക്കുള്ളത്. തീർച്ചയായിട്ടും അത് പരിശോധിക്കേണ്ടതാണ്. അവിടെയാണ് BJP മനസ്സിലാക്കുന്നത്. നമ്മൾക്ക് പലർക്കും പറ്റുന്ന ഒരു ഇത്, അവരുടെ എല്ലാ നീക്കങ്ങളും നാളെ കുറിച്ചല്ല. അവർ ഒരു 5 വർഷം 10 വർഷത്തേക്ക് കേരളത്തെ പറ്റി പറയുമ്പോൾ 10 വർഷം കൊണ്ട് നമ്മൾ കേരളം പിടിക്കുക, അല്ലെങ്കിൽ 15 വർഷം കൊണ്ട് പിടിക്കുക എന്നുള്ള ഒരു കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇന്ന്. അപ്പൊ ആ ഒരു സംഗതി ഇവിടെയും പ്രയോഗിക്കുന്നു എന്നാണ് നമുക്ക് തോന്നുന്നത്. നന്ദി, നമസ്കാരം. വേറൊരു വിഷയമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്.